ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എവിടെ പോകണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയാത്തൊരു കൺഫ്യൂഷനിലാണ്. അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുന്നത് ഗോൾഡൻ പീക്ക് റിസോർട്ട് പൊന്മുടിയിലോട്ടാണ്. അപ്പോൾ ഒരുപാട് നാളുകൊണ്ട് നമുക്ക് ഇവിടുത്തെ റിസോർട്ടിൽ വരണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആനിവേഴ്സറി ആയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ഈവനിങ്ങിനാണ് ഇവിടെ 4 മണിക്ക് എത്തിയായിരുന്നു. 4 മണിക്ക് ചെക്ക് ഇൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് വലിയ ക്ലൈമറ്റിൽ, എന്നാൽ നമുക്ക് അത്യാവശ്യം തണുപ്പുണ്ട്. കുറേ കഴിയുമ്പോഴത്തേക്കും ക്ലൈമറ്റൊക്കെ വരുമെന്നാണ് ഗൈഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള നൈറ്റിലുള്ള കാഴ്ചകളും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്ത് ഇപ്പോൾ പോകുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് പോവുക കേട്ടോ. നൈറ്റിൽ നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് ഫുഡാണ് വേണ്ടതെന്ന്. അപ്പോൾ അത് ഓർഡർ ചെയ്യാനായിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ഫുള്ള് കാഴ്ചകളെല്ലാം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം കേട്ടോ. ഞങ്ങളങ്ങനെ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. ഇവിടെ വീടുകൾ വരുന്നത് അടുത്തടുത്തായിട്ടാണ് കേട്ടോ. ഇവിടെ പല ഹൗസും ഡിഫറെൻറ്റ് കാറ്റഗറീസിലാണ് വരുന്നത്. നോർമൽ കാറ്റഗറിയിൽ വരുന്നുണ്ട്, ഡീലക്സ്, അതുപോലെ ക്ലിഫ് വ്യൂ, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറിയിലും ഡിഫറെൻറ്റ് റേറ്റിലാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രഷ് ആവാനായിട്ടൊന്ന് റൂമിലോട്ട് പോയായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം 7:45. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കാണാം. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. നല്ല തണുപ്പും കാറ്റും ഉണ്ടായിരുന്നു, പക്ഷെ കോടയൊന്നും ഇല്ലായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ 2-3 ഫാമിലി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പ് വന്നു തുടങ്ങി, ഞങ്ങളും വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയാണ് ഓർഡർ ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഫുഡ് കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. ടേസ്റ്റ് വൈസ് ഒന്നും നെഗറ്റീവ് ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് റൂമിലായിരുന്നു. നല്ല ടയേർഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ രാവിലെ എണീച്ചു. ചായ ഇടാനായിട്ട് പോവാട്ടോ. ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചായയായിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങി. തണുത്ത കാറ്റുണ്ട്. അപ്പോൾ തണുത്ത കാറ്റ്, ചൂട് ചായ, ആ ഒരു വൈബിൾ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ രാവിലെ എണീച്ചായിട്ട് ഒരു ചായയൊക്കെ ഇട്ടിട്ട് കുടിക്കുകയാണ്. ഇവിടെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കോടയൊന്നുമില്ല കേട്ടോ. അധികം മഞ്ഞും അങ്ങനെയൊന്നുമില്ല. പിന്നെ തണുപ്പുണ്ട്, തണുപ്പും കാറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ചായ കുടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്കൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് എങ്ങനെയാണ് മോർണിംഗ് വ്യൂ എന്നൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് സൺറൈസ് കാണണമെന്ന് വിചാരിച്ച് ഞങ്ങൾ സൺറൈസ് കാണാനായിട്ട് വരുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് സൂര്യൻ വന്നു ഗൈസ്. അടിപൊളി ഒരു വ്യൂ കേട്ടോ. മലകളുടെ ഇടയിൽ നിന്നും നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ മോർണിംഗിന് ഞങ്ങൾക്ക് കിട്ടിയത്. സൺറൈസിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വരുമ്പോഴത് ഒരാൾ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടുക കേട്ടോ. ചായ ഒരു ഹായ് എടുത്തേ. ക്യാമ്പ് ഫയർ ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ക്യാമ്പ് ഫയർ ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. അടിപൊളിയായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മോർണിംഗിനൊക്കെ വന്നൊരു സൺറൈസ് ആയാലും സൺസെറ്റൊക്കെ കാണാനായിട്ടായാലും വന്നിരുന്ന് കാണാനായിട്ടൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വന്ന് കഴിക്കാനായിട്ട് വന്നു. സെൽഫായിട്ട് നമുക്ക് ഫുഡ് എടുത്ത് കഴിക്കാം കേട്ടോ. ഞങ്ങൾ ഇഡ്ഡലിയാണ് എടുത്തത്. ഇഡ്ഡലി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉപ്പുമാവ്, പിന്നെ അവിച്ച മുട്ട, അവിച്ച പഴം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റൂമും അതിനകത്തുള്ള വ്യൂസാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഇതാണ് ഞങ്ങൾ താമസിച്ച റൂമെന്ന് പറയുന്നത്. നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഒരു കബോർഡ് ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 2-3 ടേബിൾസൊക്കെ ഉണ്ട്. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ബെഡ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫെസിലിറ്റീസൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് പറയാൻ നല്ല വൃത്തിയുണ്ട്. TV ഒക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ വൈഫൈ അവൈലബിൾ ആണ്.
എടുത്തത് ഡീലക്സ് റൂമാണ്, അതായത് ഹിൽ വ്യൂ വരുന്ന റൂമാണ്. ഞങ്ങൾക്ക് റേറ്റ് വന്നിട്ട് 3500 രൂപയായിരുന്നു ആയത്. നമ്മൾ റേറ്റിനനുസരിച്ച് നല്ല ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ സർവീസ് ആയാലും നല്ല സർവീസ് ആയിരുന്നു. മോർണിംഗ് കോംപ്ലിമെൻ്ററി ഫുഡായിരുന്നു, അതും നല്ല രീതിയിലുള്ള സർവീസും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ പൊന്മുടി റിസോർട്ടും കൂടി ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുക. നല്ലൊരു സർവീസുള്ള നല്ലൊരു അടിപൊളി റിസോർട്ടാട്ടോ. അപ്പം ഇന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.